ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. ഓൾ ദ വെരി ബെസ്റ്റ്. നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ ഒരു ഗംഭീര ഹിറ്റ് തന്നെയാവട്ടെ. മലയാള സിനിമാ ചരിത്രത്തിൽ നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഓർത്ത് ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് നർമ്മം ഈ ഒരു സിനിമയിൽ ഉണ്ടാവട്ടെ. നമുക്ക് എല്ലാവർക്കും കാണാനായിട്ട് കാത്തിരിക്കാം. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന പോലെ അതിന്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ലാസ്റ്റ് പടത്തിന് റിലീസോട് കൂടി നമുക്ക് അറിയാം. എല്ലാവർക്കും നമസ്കാരം. ആട് 3-ൻ്റെ ഒരു ചെറിയ ഒഫീഷ്യൽ പൂജ പരിപാടി നമ്മൾ നടത്തുകയാണ്. പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. അപ്പം ചോദിച്ച ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടായിരിക്കും ഈ സിനിമ വരാൻ പോകുന്നത്. നമ്മൾ 15-ാം തീയതി മുതൽ തുടങ്ങുകയാണ്. ശിവചേട്ടൻ്റെ വക മാരക പ്രൊഡക്ഷൻ കൺട്രോളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നിൽക്കുമ്പം ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം നമ്മുടെ ആങ്കർ പറഞ്ഞതുപോലെ 2015 ഈ സിനിമ ഇറങ്ങുമ്പോൾ ഇത് ബോക്സ് ഓഫീസിൽ അണ്ടർ പെർഫോം ചെയ്തൊരു സിനിമയായിരുന്നു. അത് പറയാനുള്ള നല്ലൊരു വാക്കാണ്. വിഷമിപ്പിക്കേണ്ടെന്ന് ഓർത്തിട്ട് ബോക്സ് ഓഫീസിൽ പൊട്ടിപ്പോയൊരു സിനിമയാണ്. അതാണ് റിയാലിറ്റി. അണ്ടർ പെർഫോമൻസ് ഒന്നും ആയിരുന്നില്ല. അവിടെ നിന്ന് ഈ സിനിമ തിരിച്ചു വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. അതിൻ്റെ രണ്ടാം ഭാഗം എങ്ങനെ വന്നു എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ തൊട്ട് നമ്മൾ ആലോചിച്ചിരുന്നു ഇതൊരു ട്രിലജിയാക്കി, ഒരു 3 പാർട്ട് ഫിലിമാക്കി ഈ യൂണിവേഴ്സ്
അവസാനിപ്പിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എഴുത്തും പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കുറച്ച് വലിയ സിനിമയായി. ഇപ്പം ആളുകൾ ഓൺലൈനിലും അല്ലാതെയൊക്കെ മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കുന്ന 2 ചോദ്യങ്ങളാണ്. ആട് 3 സോംബി ചിത്രമായിരിക്കും എന്നുള്ളതാണ് മേജർ ചോദ്യം. അതാദ്യമേ അല്ല എന്ന് പറയുന്നു. എന്തായാലും സോംബി പടമല്ല, പക്ഷേ ഇത്തവണ നമ്മൾ ആടിൻ്റെ സ്വഭാവം മാറ്റാതെ, അതിൻ്റെ ഫ്ലേവറുകൾ ഒന്നും മാറ്റാതെ സിനിമ അല്പം വലുതാക്കുകയാണ്. പ്രൊഡ്യൂസർ പറയാൻ അനുവാദം തന്നത്രയും മാത്രമേ ഞാൻ പറയുള്ളൂ. അത് അല്പം വലുതാക്കുകയാണ്. നമ്മളൊരു സ്ലാപ്സ്റ്റിക് സിനിമയുടെ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത്തവണ നമ്മൾ എപ്പിക് ഫാൻറ്റസിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അങ്ങനെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ജോണറല്ല എപ്പിക് ഫാൻറ്റസി. നിങ്ങൾക്കറിയാം, എപ്പിക് ഫാൻറ്റസി എന്ന് പറയുമ്പം ഓഫ് കോഴ്സ് ഫാൻറ്റസി ഉണ്ടാവണം, പടത്തിനൊരു എപ്പിക് സ്വഭാവം ഉണ്ടാവണം. ഇപ്പം എൻ്റെ മനസ്സിൽ എപ്പിക് ഫാൻറ്റസി എന്നൊക്കെ പറയുമ്പോൾ തന്നെ രാജാവും കുതിരകളും യുദ്ധങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു സിനിമയുടെ ചിത്രമാണ് വരിക. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് നമ്മളൊരു എപ്പിക് ഫാൻറ്റസിയിലേക്ക് ഇത്തവണ കാലെടുത്ത് വെക്കുകയാണ്. പിന്നെ ഇതിൽ ഫാൻറ്റസി എലമെൻറ്റുകൾ അത് സർപ്രൈസ് ആക്കി വെക്കുന്നു. എന്തായാലും അത് സോംബി ആയിരിക്കില്ല, ഇറ്റ് ഇസ് സംതിങ് എൽസ്. അപ്പോൾ എൻ്റെ കരിയറിലെ ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമ മെയ് 15-ന് തുടങ്ങാൻ പോവാണ്. അപ്പം അത് ഒരു പക്ഷേ വെൽക്കം മിസ്റ്റർ ഉണ്ണി. അപ്പോൾ ഇതിൻ്റെ ചെലവിനെക്കുറിച്ചും ഇതിൻ്റെ ബജറ്റ് പ്ലാനിംഗ് ഒക്കെ നടക്കുമ്പോഴും ഞങ്ങളുടെ പ്രതീക്ഷ എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ, ഇതിനു വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എന്തായാലും തിയേറ്ററിലെത്തും. ഇത്തവണ കണ്ടതിൽ നിന്നും അല്പം വ്യത്യസ്തമായൊരു സിനിമ കാണാനായിരിക്കും അവർ ആഗ്രഹിക്കുക. ആ വ്യത്യസ്തത നമ്മൾ ഡെലിവർ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ മെയ് 15-ന് ഷൂട്ട് തുടങ്ങുകയാണ്. ആട് 1-ലും 2-ലുമുള്ള നിങ്ങൾ കണ്ടിട്ടുള്ള, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ക്യാരക്ടേഴ്സും ഇതിനകത്ത് വരുന്നതായിരിക്കും. കൂടെ ഫാൻറ്റസി എലമെൻ്റായിട്ടും അല്ലാതെയും ഒരുപാട് നറേറ്റീവിലാണെങ്കിൽ ഒരുപാട് പുതുമകളും ഉണ്ടാവും. അപ്പോൾ ഈ ക്രിസ്മസിന് ഇതിൻ്റെ CG വർക്കും പരിപാടികളൊക്കെ അവസാനിച്ച് കഴിഞ്ഞാൽ ഈ ക്രിസ്തുമസിന് ഷാജി പാപ്പനും സംഘവും എത്തുമെന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ക്രിസ്മസ് പൊളിക്കാനുള്ള പരിപാടിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഞാനിത് ഇവിടെ നിന്ന് അനൗൺസ് ചെയ്യുമ്പം CG ഒക്കെ തീരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ ഒന്നും വിചാരിക്കരുത്, കാരണം അത്രയും CG ഒക്കെ വരുന്ന സിനിമയാണ്. പാസ് ഓഫ് നൗ ക്രിസ്മസ് ആണ് നമ്മുടെ പ്ലാൻ. റിലീസിംഗ് ഡേറ്റ് വെച്ച് ബാക്കോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പറയാനുള്ളത്, ഇങ്ങനെ ഒരു വേദിയിലേക്ക് ഇതിൻ്റെ അണിയറ പ്രവർത്തകരായ ഞങ്ങളെയൊക്കെ കൊണ്ടെത്തിച്ച പ്രേക്ഷകരോടാണ്. കാരണം ആട് വന്നു കഴിഞ്ഞിട്ട് ഞാൻ ജയേട്ടനൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ മറ്റ് സിനിമകൾ ചർച്ച ചെയ്യുമ്പം ഒരു നിരാശ ഉണ്ടാവുമല്ലോ നമുക്ക്. പടം പൊട്ടി, ഇനി എന്ത് ചെയ്യുമെന്നറിയില്ല, വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല എന്ന് തുടങ്ങിയ റിയാലിറ്റിയൊക്കെ നമ്മൾ അനുഭവിച്ചു വരുന്നൊരു സമയമാണ്. അപ്പോൾ ജയേട്ടനൊക്കെ വിളിച്ചിട്ട് ചേട്ടാ നമുക്ക് ആ പടം ചെയ്താലോ ഈ പടം ചെയ്താലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പല കഥകളും ആലോചിക്കുമ്പം ഈ സിനിമ തിരിച്ചു വരുമെന്നോ, ഇദ്ദേഹം ഒരിക്കൽ കൂടി ഷാജി പാപ്പനായിട്ട് ഇറങ്ങേണ്ടി വരുമെന്നോ, സൈജു കുറുപ്പ് ഒരിക്കൽ കൂടി അറക്കിലവുമായിട്ട് വരേണ്ടി വരുമെന്നോ, ഇതിലെല്ലാ ക്യാരക്ടേഴ്സും ഇതുപോലെ തിരിച്ചു വരേണ്ടി വരുമെന്നോ ഞങ്ങൾ വിചാരിച്ചതേ ഇല്ല. അവിടെയാണ് നമ്മുടെ രണ്ടാം ഭാഗം സംഭവിക്കുന്നത്. രണ്ടാം ഭാഗം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കൊരു വലിയ സിനിമ ചെയ്യണം. പിന്നെ ഉറപ്പായിരുന്നു ഒരു മൂന്നാം ഭാഗം സംഭവിച്ചേ മതിയാവും. ഒരു ട്രിലജി ആയിട്ട് അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അതിലേക്കുള്ള യാത്ര ഇവിടെ വരെ എത്തിച്ച വളരെ ലളിതമായൊരു പൂജാ ചടങ്ങാണ്. ഓഡിയോ ലോഞ്ച് ഗ്രാൻഡ് ആക്കാനുള്ള പരിപാടിയാണ് പ്രൊഡ്യൂസറുടെ. അപ്പോൾ പൂജ ഞങ്ങൾ ലളിതമായിട്ട് വെക്കുകയാണ്. അപ്പോൾ അതിവിടെ വരെ എത്തിച്ച ഈ ഇത്രയും വലിയൊരു എപ്പിക് ഫാൻറ്റസി സിനിമയുടെ വേദിയിലേക്ക് വരെ എത്തിച്ച പ്രേക്ഷകരോട് ഞങ്ങൾ നന്ദി പറയുകയാണ്. കാരണം യു വെർ റൈറ്റ്, യു ഗേവ് us a second chance and now it is a third chance and definitely ഞങ്ങൾ ഡെലിവർ ചെയ്തിരിക്കും. അതിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇനി there is no going back അല്ലേ മിസ്റ്റർ വിജയ് ബാബു? there is no turning back. ഞങ്ങൾ വിചാരിച്ചൊരു സിനിമയിലേക്ക് ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. അതിന് സാക്ഷിയായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്, ഇത് പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുണ്ട്. എല്ലാവരോടും നന്ദി പറയുന്നു. കൂടുതലൊന്നും പറയാനില്ല. കൂടെ ഉണ്ടാവണം. ക്രിസ്മസിന് സ്ക്രീനിൽ കാണാം നമുക്ക്. താങ്ക് യു. അങ്ങനെ ആ സെക്കൻഡ് പാർട്ട് മറുപടി പറഞ്ഞു. ഇനി മൂന്നാമത്തെ പാർട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് സിതാര. രാവിലെ ഇന്നലെയാണ്
ആക്ച്വലി 2 ദിവസം മുമ്പാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വെക്കാം എന്ന് തന്നെ തീരുമാനിച്ചത്. കാരണം 15-ാം തീയതി തുടങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചുവെങ്കിലും ഇതിൽ ഒരുപാട് പേര് ബോംബെയിൽ നിന്നും പല റീജിയൻസിനും വരേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ രാജ്യം വളരെ ദുഷ്കരമായ ഒരു സമയത്തൂടെ കടന്നു പോകുമ്പോൾ പ്രാക്ടിക്കലാണോ, എയർപോർട്ട് അടയ്ക്കുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ നിലനിന്നു. പിന്നെ ഇന്നലെ ബോംബെ എയർപോർട്ട് അടയ്ക്കില്ല, ഇതൊക്കെ കുറച്ച് കഴിയുമ്പം സെറ്റിലാവും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഞങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചപ്പോൾ 2 ദിവസം മുമ്പാണ്. എന്നാൽ വളരെ ചെറിയൊരു ചടങ്ങ് വയ്ക്കാം. ഞാൻ ഇതിനോട് പറഞ്ഞു മ്യൂസിക് ലോഞ്ച് എലാബറേറ്റ് ആയിട്ട് വെക്കാം. അപ്പം ഞാൻ മ്യൂസിക് ലോഞ്ച് സമയമായിട്ടും പറയാമല്ലോ, ട്രെയിലർ ലോഞ്ച് നമുക്ക് എലാബറേറ്റ് ആയിട്ട് വെക്കാമെന്ന്. അപ്പം എന്തായാലും വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഇവിടെ വന്ന കംപ്ലീറ്റ് മീഡിയ, ഓൺലൈൻ മീഡിയ ഒരുപാട് നന്ദി. ഇതൊരു അനൗൺസ്മെൻറ്റും ഒരു ലോഞ്ചും പോലെ തന്നെയാണ് വെക്കുന്നത്. പിന്നെ ഇന്നലെ ഈവനിങ് ആണ് എന്നാൽ ആങ്കർ ചെയ്യാനായിട്ട് സിതാര എന്നെ വിളിച്ചു. സിതാറിനെ വിളിച്ചപ്പോൾ എന്ത് പ്രോഗ്രാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആട് 3D എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി വിചാരിച്ചത് 3Dയിലാണെന്ന്. അതുകൊണ്ടാണ് ആടി അല്ല, ഇത് ആട് 3. അപ്പം ആട് 3Dയിൽ അല്ല ഞങ്ങൾ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇത് മാസ് എൻ്റർടൈനറാണ്. അപ്പം നമുക്ക് അതിൽ ഒരു 3D ഒരു വിഷ്വൽ ഇതുള്ള ഒരു തിയേറ്ററുകളിൽ മാത്രം കാണേണ്ട ഒരു സിനിമയല്ല ഇത്. ഇത് എല്ലാ തിയേറ്ററുകളിലും ഒരു കഴിവതും കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും റിലീസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആ മാഗ്നിറ്റ്യൂഡിലാണ് ഞങ്ങൾ സിനിമ ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളോട് നിസ്സംശയം പറയാം. ഇത് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബഡ്ജറ്റ്സ് മൂവീസ് ഇൻ മോളിവുഡ് ആയിരിക്കും ആട് 3 എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. ബിക്കോസ് ഇതുവരെ ഇതിൻ്റെ ഒരു ബഡ്ജറ്റിൻ്റെ എസ്റ്റിമേറ്റ് ഇടാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ബിക്കോസ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓരോ ദിവസവും കൂടി വരികയാണ്. ഇനി ഇതിൻ്റെ DOP അഖിൽ ജോർജ് ഓരോ ദിവസവും സ്പെഷ്യൽ എക്യുപ്മെൻറ്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാടോടി ആർട്ട് ഡയറക്ടർ ഓരോ ദിവസവും തൂണിൻ്റെ ഇതും കുതിരകളുടെ എണ്ണവും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഓരോ ദിവസവും ഷിബു എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ ഷിബു പറയുന്നൊരു ഇതുണ്ട്, സാർ ഇത് ഇവിടെ എങ്ങും നിൽക്കത്തില്ല കേട്ടോ. അത് കേട്ടാണ് ഞാൻ കഴിഞ്ഞ ഒരു 3 മാസമായിട്ട് എണീക്കുന്നത്. ഇതിവിടെ എങ്ങും നിൽക്കത്തില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഷിബു എന്തായി, ഷിബുവിൻ്റെ കോൾ വരുമ്പോൾ തന്നെ പേടിയാണ്. അപ്പോൾ ആ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. എന്തായാലും സ്ക്രിപ്റ്റ് ഞങ്ങൾ ഒരു ഷോർട്ട് ഫിലിമിൽ തുടങ്ങിയ യാത്രയാണ് ഇത്. ഒരു ആടിൻ്റെ യാത്രയെക്കുറിച്ച് പല ഓൺലൈൻ ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. മിഥുൻ മാനുവൽ തോമസിന് ഡയറക്ഷൻ എക്സ്പെരിമെൻറ്റിനായിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ഒരു 20 മിനിറ്റ് ദൈർഘ്യമുള്ള സ്ക്രിപ്റ്റിൽ നിന്നും ഇന്ന് മലയാളത്തിലെ ഏറ്റവും വലിയ ഒരു ഫ്രാഞ്ചൈസിയായി വളരാൻ ആടിന് സാധിച്ചു എന്നത് ദൈവ നിശ്ചയമാണ്. നിങ്ങളുടെ എല്ലാ അനുഗ്രഹമാണ് മലയാള ഓഡിയൻസിൻ്റെ. അതായത് ഏറ്റവും ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുന്ന ഒരു ഫ്രാഞ്ചൈസി. ഞാൻ തമാശയായിട്ട് പറയുന്നതല്ല, ഞാൻ കഴിഞ്ഞ 8 വർഷമായിട്ട് എവിടെ പോയാലും എനിക്ക് ആട് 3 ഇമിഗ്രേഷൻ, ഞാനിപ്പം വെളിയിൽ പോവാണ്, ഇമിഗ്രേഷൻ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഒരു ഹോട്ടലിൽ പോയാൽ ബിരിയാണി സെർവ് ചെയ്യുന്നതിന് മുമ്പ് സെർവ് ചെയ്യുന്ന ആൾ ചോദിക്കുന്ന ചോദ്യം ആട് 3 എന്ന് വരുവാണ്. ഒരു ഊബറിൽ കയറിയ ഊബർ ഡ്രൈവർ അത് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പം ഇത് നമ്മൾ വേറെ ഒരു കാര്യം അവർക്ക് അറിയണ്ട, എന്നെ കണ്ടാൽ അപ്പം ആട് 3 എന്ന് വരും എന്നുള്ള ചോദ്യമാണ്. അത്രമാത്രം ചോദ്യങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പം എൻ്റെ ഫ്രണ്ട്സ് ഇപ്പം ഞാൻ ബോംബെയിലും റെസ്റ്റ് ഓഫ് ദ വേൾഡൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നോൺ മലയാളീസ് ആയിട്ടുള്ളവരൊക്കെ വിചാരിക്കും ഇതെന്താ ഇയാളോട് ചോദിക്കുന്നതെന്ന് പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം എവിടെ പോയാലും എന്നെ ഷമീർ എന്നാണ് വിളിക്കുന്നത്. അപ്പം അവർക്ക് തന്നെ ഒരു സംശയം, എനിക്ക് സെക്കൻഡ് നെയിം ഷമീർ എന്നാണോ, പിന്നെ ആട് 3 എന്ന് വരും. അങ്ങനെ എല്ലാവരോടും ഞാനിത് ആൻസർ ചെയ്ത് വരുന്ന ഒരു ചോദ്യമാണ്. അതിന് ഇന്ന് ആ ഡ്രീമിന്, ആ സ്വപ്നത്തിന് ഇന്ന് ചിറക് മുളയ്ക്കുകയാണ്. നിങ്ങളുടെ എല്ലാ അനുഗ്രഹം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ എനിക്കിന്ന് 2 സന്തോഷങ്ങളാണ്. ഒന്ന്, ഞങ്ങളുടെ ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ ഏറ്റവും വലിയ പ്രോജക്റ്റ്, ഡ്രീം പ്രോജക്റ്റായ ആടിൻ്റെ ലോഞ്ചിനോടൊപ്പം തന്നെ ഞങ്ങൾ ചെയ്ത മറ്റൊരു ചിത്രം പടക്കളം വളരെ സക്സസ്ഫുള്ളായിട്ട് തിയേറ്ററിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതൊരു മോട്ടിവേഷനാണ്.
കാരണം അതും ഒരു ഫാൻറ്റസി ചിത്രമാണ്. അപ്പം എന്നോട് ആരോ ചോദിച്ചു, നിങ്ങൾ ഫാൻറ്റസി മൂഡ് പിടിക്കുകയാണോ, ഇനി ഫ്രൈഡേ ഫാൻറ്റസി ഹൗസ് എന്ന് മാറ്റേണ്ടി വരുമോ, കാരണം ആട് 3 ഫാൻറ്റസി ആണെന്നാണ് കേൾക്കുന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഇതെല്ലാം സിനിമ തന്നെ ഒരു ഫാൻറ്റസിയാണ്. അപ്പം പടക്കളം ടീം ഇവിടെയുണ്ട്, എൻ്റെ ഡയറക്ടർ ടീം എല്ലാം ഞങ്ങളുടെ ഈ ആടിൻ്റെ ലോഞ്ചിന് പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കേക്ക് കട്ടിങ് ഇതിന് ശേഷം ഞാൻ നിങ്ങളുടെ എല്ലാം മുമ്പിൽ വെച്ച് ചെയ്യും. അപ്പോൾ കൂടുതലൊന്നും ഇപ്പോൾ പറയുന്നില്ല. എല്ലാവരും സംസാരിച്ചതിന് ശേഷം എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് മാത്രം ചോദിക്കാം. ഞാൻ മിഥുനോട് പറഞ്ഞു, മിഥുനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒന്നും സിനിമയിൽ അത് മാർക്കറ്റ് ചെയ്യാനുള്ള അവസരം എനിക്ക് തരണം, ഞാൻ തന്നെ അത് ഘട്ടമായിട്ട് ചെയ്തോളാം. അതുകൊണ്ട് ഞാൻ മിഥുൻ സംസാരിക്കുമ്പോൾ മിഥുൻ ഇന്നലെ ചോദിച്ചു, ഞാനിതെല്ലാം അങ്ങോട്ട് പറയട്ടെ ചേട്ടാ, ഞാൻ പിന്നെ ഇത് കഥ തന്നെ ഉണ്ടല്ലോ ഫുള്ള്, അതുകൊണ്ട് പിന്നെ അതിലെന്തൊക്കെ ഉണ്ട് എന്നുള്ളത് മാർക്കറ്റ് ചെയ്യാനുള്ള അവസരം നിങ്ങൾ എനിക്ക് തരണം പ്ലീസ്, ഡയറക്റ്റ് ചെയ്യാൻ നിങ്ങൾ എന്ത് വേണം ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ചിരിക്കും. അതുകൊണ്ട് മിഥുൻ ഒരു ലോല ഹൃദയനാണ്. നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് ചോദിച്ചാൽ മിഥുൻ കഥ വരെ പറഞ്ഞു തരും. അതുകൊണ്ട് എന്നോട് മാത്രം ചോദിക്കുക, ഞാൻ പറഞ്ഞു തരാം. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഹാൻഡ് ഓഫ് സിതാരം. ജയസൂര്യ, ഷാജി പാപ്പൻ, നിങ്ങൾ എന്ത് ചെയ്തു ആ ഡോളേഴ്സ് എല്ലാം കൊണ്ടുപോയി? അതിൽ ഇനി കാണാൻ പോകുന്നുള്ളൂ. അതിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഫുൾ കഥ ഞാൻ ഇവിടെ നിന്ന് പറയേണ്ടി വരും. പറയട്ടെ? ഓക്കെ, എന്തായാലും വളരെയധികം സന്തോഷം. ഇത് ഈ പറഞ്ഞതുപോലെ ഈ ആട് 3യുടെ ലോഞ്ചിന് നിൽക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. അത് മറ്റൊന്നും കൊണ്ടല്ല, വീണ്ടും ഒരു ഷാജി പാപ്പൻ ആകാൻ വേണ്ടി പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. സാധാരണഗതിയിൽ നേരത്തെ പറഞ്ഞത് തന്നെയാണ് സത്യം. കാരണം ഇത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമ തന്നെയാണ്. കാരണം ഞാൻ എവിടെ ചെന്ന് ചോദിച്ചാൽ എവിടെ പോയാലും എനിക്ക് തോന്നുന്ന 107ാമത്തെ സിനിമയാണ് ആട് 3. അപ്പോൾ ഇത്രയധികം നല്ല കഥാപാത്രങ്ങൾ, കുറച്ചൊക്കെ നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും എവിടെ ചെന്നാലും പ്രായഭേദമന്യേ ആളുകൾ ചോദിക്കുന്നത് ഷാജി പാപ്പ എന്ന് വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതൊരു വല്ലാത്തൊരു സന്തോഷമാണ്. മാത്രമല്ല, ഇതിൻ്റെ ഷൂട്ടിങ്ങിന് നമ്മൾ പോകുന്ന സമയത്ത് ആദ്യം ജയസൂര്യ ഏതാ പടത്തിൻ്റെ ഷൂട്ടിങ് എന്ന് പറയുന്ന ആടെന്ന് പറഞ്ഞ പടമാണ്. ഓക്കെ. അടുത്ത തവണ ചെല്ലുമ്പോഴത്തേക്ക് അത് മാറി, സിനാരിയോ മാറിയിട്ട് പാപ്പോ ഷാജി പാപ്പോ എന്ന് പറയും. അത് വളരെ റയറായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഏത് സിനിമയുടെ ഷൂട്ടിങ്ങിന് പോകുമ്പോഴും ഒരു പക്ഷെ സിനിമയുടെ പേരറിയാൻ പറ്റും, ആക്ടറുടെ പേരറിയാൻ പറ്റും, കഥാപാത്രത്തിന്റെ പേര് ഒരിക്കലും അറിയാൻ പറ്റില്ലല്ലോ. പക്ഷെ അത് ആടിന്റെ ഒരു മാത്രം പ്രത്യേകതയാണ്. എവിടെ ചെന്നാലും പേര് വിളിക്കുക എന്നുള്ളത് അതൊരു വല്ലാത്ത അനുഭവമാണ്. എപ്പോഴും എനിക്കും ഈ ക്യാരക്ടറിനെ മിസ് ചെയ്യാറുണ്ട്. ഇവര് ഇപ്പോൾ അവിടെ എന്ത് ചെയ്യായിരിക്കും, വല്ല ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ ഞാനും അല്ലെങ്കിൽ നല്ല ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ചിന്തിക്കും എന്ത് ചെയ്യായിരിക്കും, നടറൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എല്ലാവരും എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കാണാനുള്ള ആഗ്രഹം എനിക്കുണ്ട്, അതുപോലെ തന്നെ കഥാപാത്രമാകാനുള്ളൊരു ആഗ്രഹവും ഇതിലുണ്ട്. അതൊക്കെ വളരെ റെയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പാർട്ട് വരിക, അത് ഫ്ലോപ്പാകുക, അത് സെക്കൻഡ് പാർട്ട് ചിന്തിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യൻ സിനിമയിൽ വേറൊരു സിനിമയുണ്ടെന്ന്. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓൺലൈനിനോടാണ് നന്ദി പറയാനുള്ളത്. കാരണം യൂട്യൂബിൽ വന്നതിന് ശേഷമാണ് എല്ലാവരും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്കിത് സെക്കൻഡ് പാർട്ട് എന്താ പറയുക ചിന്തിച്ചൂടെ. എനിക്ക് തോന്നുന്നു സാധാരണഗതിയിൽ പടം ഹിറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കും സെക്കൻഡ് പാർട്ടിനെ കുറിച്ച്. പക്ഷെ പരാജയപ്പെട്ട സിനിമയെക്കുറിച്ച് ആ എപ്പിസോഡേ നമ്മൾ മറന്നു. പക്ഷെ ആളുകളുടെ റിക്വസ്റ്റ് പ്രകാരം വീണ്ടും നമ്മൾ ചിന്തിപ്പിച്ച ഒരേ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ആട് 2 ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതൊന്ന്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മ്യൂസിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിനിമയ്ക്ക് ഈ അടുത്ത കാലത്ത് ഒരു സിനിമയ്ക്കും ഇത്രയും അധികം കഥാപാത്രങ്ങളും ആ കഥാപാത്രങ്ങൾക്കെല്ലാം ഒരു സ്പെഷ്യൽ മ്യൂസിക് ഉണ്ടാകുക എന്ന് പറയുന്നതും വളരെ റയറായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ കോസ്റ്റ്യൂം ആണെങ്കിലും എൻ്റെ വൈഫാണ് ചെയ്യുന്നത്. വളരെ യൂണീക്ക് ആയിട്ടുള്ള കോസ്റ്റ്യൂം, എല്ലാവരും ഏറ്റെടുത്തൊരു കോസ്റ്റ്യൂം വരുന്നത്. അടുത്തേക്കും എന്തെങ്കിലും ചേച്ചി കൊണ്ടുവരില്ലേ. അപ്പോൾ അങ്ങനത്തെ കുറേയധികം നല്ല ഓർമ്മകൾ, അതുപോലെ തന്നെ കൂടെ അഭിനയിച്ചിട്ടുള്ള സൈജു ആണെങ്കിലും ധർമ്മജനാണെങ്കിലും രൂഢാണെങ്കിലും അങ്ങനെ ഒരുപാട് നല്ല മെമ്മറീസാണ് ഞങ്ങൾക്ക് ആടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ. ഇതിൻ്റെ ഏറ്റവും നല്ലൊരു സ്ക്രിപ്റ്റായിട്ടാണ് ആട് 2 എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനും ഗംഭീരമാവട്ടെ ആട് 3 എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിജയ് ബാബുവിന്റെ ഗഡ്സ് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരു പരാജയപ്പെട്ട സിനിമ വീണ്ടും കൊണ്ടുവരിക, അത് എടുത്ത് വിജയിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ചെറിയൊരു കാര്യമില്ല. ആട് 3ലേക്ക് എത്തുമ്പോൾ ഫ്രൈഡേ ഫിലിം ഹൗസ് ഞങ്ങൾ ഇതുവരെ ഇപ്പോൾ മങ്കിപ്പനാണെങ്കിലും ആടാണെങ്കിലും സൂഫി സുജാത ഒരുപാട് സിനിമകൾ ഞാൻ വിജയമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഏറ്റവും നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും മുതൽ മുടക്കുള്ള ഒരു സിനിമയിലേക്ക് ഞങ്ങൾ എല്ലാവരും വളരുന്നു എന്നുള്ളതും ഞങ്ങൾക്കും വലിയൊരു
സന്തോഷവും അഭിമാനമുള്ളൊരു സിനിമയാണ്. തീർച്ചയായിട്ടും ഈ സിനിമ കാണാൻ വേണ്ടി വരുന്ന എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ തന്നെയാവട്ടെ. ഈ ചടങ്ങിൽ എത്തിയ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അതെ, ഞങ്ങളും കാത്തിരിക്കും. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞ ഇവരൊക്കെ പറഞ്ഞ പോലെ അത്ഭുതമാണ് തോന്നുന്നത്. പെട്ടെന്ന് റിവൈൻഡ് ചെയ്ത് ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് റിവൈൻഡ് ചെയ്ത് എൻ്റെ മെമ്മറീസ് പോയത്, ആട് റിലീസായതിൻ്റെ അന്ന് രാത്രി ഞാനും മിഥുനും വിജയുടെ അനിയൻ വിനയും കൂടെ രാത്രി ഇരുന്നിങ്ങനെ ഇവരുടെ ഗസ്റ്റ് ഹൗസിൽ മേപ്പോട്ട് നോക്കി വായും പൊളിച്ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഭയങ്കര ദുഃഖകരമായിരുന്നു. മിഥുൻ്റെ മുഖം വാടിയിരിക്കുന്നു. ഓഫ് കോഴ്സ് ഞങ്ങളുടെ മുഖം വാടി തന്നെയായിരുന്നു. പക്ഷെ എൻ്റെ ഉള്ളിനുള്ളിൽ എവിടെയോ ഈ പടം ഹിറ്റാണെന്നുള്ളത് ഒന്ന് രണ്ട് പേര് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ചെറിയ സന്തോഷം എനിക്കുണ്ടായിരുന്നു. പക്ഷേ യാഥാർത്ഥ്യം വിനയ്ക്കും മിഥുനും മാത്രമായിരുന്നു അറിയാവുന്നത്. അപ്പം ഞാൻ വളരെ ഇടയ്ക്ക് ചിരിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ ഇവർ അങ്ങനെ ചിരിക്കുന്നൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എൻ്റെ തമാശകൾ അങ്ങനെ വർക്കാവാറില്ല. അപ്പോൾ ഞാനോട് ചിലപ്പോൾ അത് വർക്കാവാത്തത് കൊണ്ടായിരിക്കും ഇവർ ചിരിക്കാത്തത്. പക്ഷെ എന്നാലും മിഥുനും വിനയൊക്കെ നല്ല മനസ്സുള്ള ആൾക്കാരാണ്. അവർ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചിരിച്ച് സപ്പോർട്ടൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ രണ്ടാമത്തെയും മൂന്നാമത്തെയും ദിവസമൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു മൺഡേ വരും. ഈ മൺഡേ ആണ് നമ്മളെ സംബന്ധിച്ച ഏറ്റവും വലിയൊരു പേടി. സൺഡേ ഒക്കെ പിന്നെയും കളക്ഷൻ വരും. മൺഡേ ആകുമ്പോഴത്തേക്കും ഏതൊരു പടവും ഹോളിഡേയ്സ് അല്ലെങ്കിൽ ഒന്ന് താഴും, ഒരു ഡിപ്പ് വരും. മൺഡേ ഡെഫിനറ്റ്ലി ഡിപ്പ് വന്നു. പിന്നെ അങ്ങോട്ട് ഡിപ്പോട് ഡിപ്പായിരുന്നു, തകർന്നാകെ. പക്ഷേ ഇപ്പം ഇവിടെ നിൽക്കുമ്പം നമ്മൾ ആ സിനിമയുടെ മൂന്നാം ഭാഗം ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു വേദിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. പിന്നെ മിഥുൻ്റെയും വിജയുടെയൊക്കെ കരിയറിൽ ഇത് ഏറ്റവും വലിയ പടമാണ്. അതേപോലെ എൻ്റെ കരിയറിലും ഇതാണ് ഏറ്റവും ബിഗ് ബഡ്ജറ്റ് പടത്തിൽ ഞാൻ അഭിനയിക്കാൻ പോകുന്നത്. 75 കോടി കളക്ട് ചെയ്ത പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് കുറുപ്പ്. 100 കോടി കളക്ട് ചെയ്ത പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് മാളികപ്പുറം. പക്ഷേ ഇതിൻ്റെയൊക്കെ ബഡ്ജറ്റ് ഇത്രയും ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല. മാളികപ്പുറത്തിൻ്റെ എന്തായാലും ഇല്ലായിരുന്നു. കുറുപ്പിൻ്റെ എനിക്കറിയില്ല. കുറുപ്പിൽ ഞാൻ 2 സീനിലേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടിയില്ല. ആട് പക്ഷേ ഈ പറഞ്ഞ പോലെ എത്രയാണ് ബഡ്ജറ്റ് എന്നറിയില്ല. പക്ഷേ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ കേട്ടതാണ്. ആ സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഞാൻ മനസ്സിലൊരു ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണോ ഇതിൻ്റെ ബഡ്ജറ്റ് എന്നറിയില്ല. എന്ന് വെച്ചാൽ ഞാനും ഇപ്പം എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഞാനൊരു പടം പ്രൊഡ്യൂസ് ചെയ്തായിരുന്നു. എന്നെ പാർട്ട്ണറാക്കാൻ വേണ്ടി സന്മനസ് കാണിച്ച തോമസ് തിരുവല്ല, അദ്ദേഹം ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ആട് 1 പൊട്ടി, അത് കഴിഞ്ഞിട്ട് ആട് 2 വരുന്നു, ആട് 3 ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നു. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഭരതനാട്യം എന്ന് പറഞ്ഞ പടം ഞാനും തോമസ് ചേട്ടനും കൂടെ ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്തതാണ്. അല്ല, തോമസ് ചേട്ടനും ഞാനും കൂടെ പ്രൊഡ്യൂസ് ചെയ്തതാണ്. അത് ആക്ച്വലി തിയേറ്ററിൽ പൊട്ടി. പക്ഷേ ആട് 1 പൊട്ടിയിട്ട് ആട് 2 വന്നപ്പോൾ അതൊരു ബ്ലോക്ക് ബസ്റ്ററായി. അതൊരു മോട്ടിവേഷനാണ്. ഞങ്ങളതുകൊണ്ട് ഭരതനാട്യം 2 പ്ലാൻ ചെയ്യുകയാണ്. ആ ഒരു വിശ്വാസത്തോടെ ആട് 2 ബ്ലോക്ക് ബസ്റ്റർ ആയ പോലെ, ബ്ലോക്ക് ബസ്റ്റർ ആയാലും ഒരു ചെറിയ രീതിയിലൊക്കെ ഒരു 3 ആഴ്ച 4 ആഴ്ച ഒരു കുറച്ചൊക്കെ ഫുൾ ഹൗസ് കിട്ടിയാലേ തോന്നിച്ചേട്ടാ, അങ്ങനെ ഒന്ന് ഓടിയാൽ ഒരു സന്തോഷം. അങ്ങനെ ഭരതനാട്യം 2 അതിൻ്റെ പേര് ഈ വിധത്തിലെങ്കിൽ അനൗൺസ് ചെയ്യാം അല്ലേ? ഓണത്തിൻ്റെ ഇടയ്ക്ക് പുട്ടുവച്ചറം പോലെ ഫീൽ ചെയ്യില്ലല്ലോ. എന്നാലും പറഞ്ഞേക്കാം അങ്ങനെയാണെങ്കിൽ. ഭരതനാട്യം 2 മോഹിനിയാട്ടം. മോഹിനിയാട്ടമാണ് ഭരതനാട്യം 2-ൻ്റെ. ആണോ? ആ, ഇനി തേർഡ് പാർട്ട് ഉണ്ടാവുകയാണെങ്കിൽ ചേട്ടാ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് വെച്ചോ, കുച്ചിപ്പുടി. അപ്പം അങ്ങനെ. അപ്പം ജോക്സ് അപ്പാർട്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ദൈവം ഓഡിയൻസും ഞങ്ങളെ അനുഗ്രഹിക്കുന്നത് തന്നെയാണ് നമ്മുടെ വിശ്വാസം. ഈ പടം ഒരു ബ്രഹ്മാണ്ഡ പടമായിരിക്കും. ചെറിയൊരു ജോണർ ഷിഫ്റ്റ് ഉണ്ട് എങ്കിൽ പോലും ആദ്യത്തെ സീൻ തൊട്ട് ഒരുപാട് ചിരിക്കാനുണ്ടാവും. ആട് 1-ലെ ആട് 2-ലെയും മിക്കവാറും ആക്ടേഴ്സൊക്കെ, മിക്കവാറും 95% ആക്ടേഴ്സും ഇതിൻ്റെ അകത്തുണ്ട്. ഡോണി ഇവിടെ ഇരിപ്പുണ്ട്. ഡോണി പണി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച ആളാണ്. പക്ഷെ നമ്മുടെ ആട് 1-ലുണ്ടായിരുന്നു ഇദ്ദേഹം. ഒരു ഉഗ്രൻ ക്യാരക്ടർ, വിനായകന്റെ ടീമിൽ, ഡ്യൂഡിന്റെ ടീമിലെ മെമ്പറായിരുന്നു. പണിയിലൊരു ഉഗ്രൻ ക്യാരക്ടർ ചെയ്തു. ഡോണി വീണ്ടും നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ അദ്ദേഹത്തിന് ഭാഗമാകാൻ പറ്റിയില്ല. പക്ഷേ
തേർഡ് പാർട്ടിൽ ഡോണി വീണ്ടും വരുവാണ്. പിന്നെ നമ്മുടെ ടീം മെമ്പേഴ്സായ ഭഗത്ത്, നെൽസൺ, അങ്ങനെ എല്ലാവരും ഉണ്ട്. യാ, അപ്പം അത്രേ ഉള്ളൂ. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം. ഈ പടം വിജയമാകാൻ വേണ്ടിയിട്ട് നിങ്ങളും കൂടെ പ്രാർത്ഥിക്കണം. പിന്നെ ജയനൊക്കെ പറഞ്ഞ പോലെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ, കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നമ്മൾ പുതിയ ആൾക്കാരെ ഡെഫിനറ്റ്ലി കാണുമല്ലോ എല്ലാ ദിവസവും. മിനിമം ഒരാളെങ്കിലും ആട് 3യെ പറ്റി ചോദിച്ചിരിക്കും. അപ്പോൾ അത്രയ്ക്ക് ആൻറ്റിസിപ്പേറ്റഡ് മൂവിയാണ്, എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന മൂവിയാണ്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് തിയേറ്ററിൽ തന്നെ പോയി കാണണമേ. താങ്ക് യു. അദ്ദേഹത്തിന്റെ മുഖത്തെ ആ സന്തോഷം കണ്ടില്ലേ? അപ്പൊ എത്രയായി നിങ്ങൾ കാരണം എത്രയായി ബഡ്ജറ്റ് ഇപ്പോ? സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ട്, വേണ്ടി പോയിരുന്നു. താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ കമ്മിങ്. ആൻഡ് ഇങ്ങനൊരു മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ഫ്രാഞ്ചൈസിൻ്റെ ഭാഗമായതിൽ താങ്ക് യു യൂണിവേഴ്സ്. എനിക്കാകെ പറയാനാവുന്നത്, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു 224 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. സോ യു ക്യാൻ ഇമാജിൻ ദ സൈസ് ആൻഡ് സ്കെയിൽ വി ആർ ഡൂയിങ് ദെയർ. ആൻഡ് പറഞ്ഞ പോലെ ഏറ്റവും ആട് ഫ്രാഞ്ചൈസിയിലെ ഏറ്റവും ബിഗ് ബഡ്ജറ്റാണ്, എൻ്റെ കരിയറിലെ ഏറ്റവും ബിഗ് ബഡ്ജറ്റാണ്, ഫ്രൈഡേ ഫിലിംസിൻ്റെ ഏറ്റവും ബിഗ് ബഡ്ജറ്റാണ്. ഇത്രമാത്രം പറയുന്നു. ആൻഡ് വി ആർ ട്രൈങ് ടു ഡെലിവർ ദ മാക്സിമം. വൺസ് അഗെയിൻ താങ്ക് യു ഓൾ മീഡിയ ഫോർ കമ്മിങ് ഹിയർ. ഈ സപ്പോർട്ട് ത്രൂ ഔട്ട് ഉണ്ടാവണം. സോ നിങ്ങളൊരു വല്ലാത്ത കളിക്ക് ഇറങ്ങിയിരിക്കുകയാണ് എല്ലാവരും കൂടെ. താങ്ക് യു പ്രൊഡ്യൂസർ, ഡയറക്ടർ. Yeah, thank you all. ഈ തേർഡ് പാർട്ടിലെങ്കിലും ഷാജി പാപ്പൻ തിരിച്ച് സ്വീകരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എല്ലാവർക്കും നമസ്കാരം. ആട് ആക്ച്വലി എൻ്റെ ആദ്യത്തെ സിനിമകളിൽ ഒന്നാണ്. ഞാൻ 1983 കഴിഞ്ഞിട്ട് ചെയ്യുന്ന സിനിമയാണ് ആട്. അവിടെ നിന്ന് ഇപ്പോൾ ഇത്രയും വർഷമായി ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തു. ആടും ഒരുപാട് വലുതായി, ഇപ്പോൾ തേർഡ് പാർട്ടിൽ വന്ന് നിൽക്കുന്നു. 1ഉം 2ഉം കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ച് 2ഓടെ തീർന്നെന്നാണ് വിചാരിച്ചത് മിഥുൻ. പക്ഷേ 3 എന്നെ സംബന്ധിച്ച്, എൻ്റെ കരിയറിൽ സംബന്ധിച്ച് എന്താ പറയുക, ഭയങ്കര എക്സൈറ്റിങ്ങും ഞാൻ ഇതുവരെയും എന്നെപ്പോലും കാണാത്ത രീതിയിലുള്ളൊരു ക്യാരക്ടറായിട്ടാണ് ഞാൻ വരുന്നത്. മേരി ഇപ്രാവശ്യം ചതിക്കില്ലായിരിക്കും അല്ലേ? അപ്പം ഐ എം ഓൾസോ വെരി എക്സൈറ്റഡ്. അപ്പം താങ്ക് യു മിഥുൻ, താങ്ക് യു വിജയ്. വിജയാണ് എന്നെ ആദ്യം വിളിച്ചു പറയുന്നത്. ഇത് വിജയ് വിളിച്ചു പറഞ്ഞ എക്സൈറ്റ്മെൻറ്റ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവിടെ മുതൽ ഞാൻ മിഥുൻ എപ്പോഴാണ് എന്നെ വിളിക്കുന്നതെന്ന് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഐ എം വെരി എക്സൈറ്റഡ്. കാരണം നിങ്ങൾ ഈ ആട് ഡെഫിനറ്റ്ലി ഇറ്റ്സ് സംതിങ് എൽസ്. കാണാൻ കാത്തിരുന്നോളൂ. ബഡ്ജറ്റിൻ്റെ കാര്യം മാത്രം എനിക്ക് പറയുമ്പോൾ ഇപ്പോൾ ഫാൻറ്റസി ജോണറിൽ ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നൊരു പടമാണ്. ആക്ച്വലി ഇത് അത്യാവശ്യം വലിയൊരു പടമാണ്. ഇപ്പോൾ ഈവൻ ഞാനും എക്സൈറ്റഡ് ആണ്. ഇതുവരെ ഞാനും ചെയ്യാത്തൊരു ജോണർ, പിന്നെ ഇത്ര വലിയൊരു ഫ്രാഞ്ചൈസിൽ വന്നതിൽ വളരെ സന്തോഷം. ബഡ്ജറ്റിൻ്റെ കാര്യം എനിക്കറിയില്ല. നമ്മൾ എത്തി നോക്കിയിരിക്കുകയാണ്. ഇനി തേർഡ് പാർട്ടിൽ അദ്ദേഹം ഭാര്യയും ഒത്ത് ജീവിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം. നമുക്ക് സമയത്തിന്റെ ഒരു പരിധി ഉള്ളതുകൊണ്ട് ഞാൻ ബാക്കി 6 ടീം മെമ്പേഴ്സിനെ എല്ലാം ക്വിക്ലി സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. നോബി, നോനി, ലിജോ, റോണെക്സ്, ഓൾ ദ ടീം മെമ്പേഴ്സ് പ്ലീസ് കം ഔട്ട് ടു ദിസ്. നെൽസൺ, കൊലിൻ, എല്ലാവരും, ആഡിന്റെ ടെക്നിക്കൽ ആക്ടേഴ്സ്, എവ്രിവൺ ഹു ഈസ് പാർട്ട് ഓഫ് ആഡ്, പ്ലീസ് കം. ഷിബു, നമുക്ക് ക്ലാപ്പിനും ഇതിനും ഒരു മുഹൂർത്തമുണ്ട്, അതുകൊണ്ട് ആണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഭഗത് എവിടെ? എല്ലാവരും ഹരി, ഈ ആടിന് ഏകദേശം ഞങ്ങള് 100-120 ദിവസത്തോളമാണ് പ്ലാൻ ചെയ്യുന്നത്. ഉള്ളത് കൊണ്ട് തന്നെ മറ്റുള്ള ആക്ടേഴ്സ് എല്ലാം അവരുടെ കമ്മിറ്റ്മെന്റ് തീർത്ത് ഇതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ലുക്ക് എടുത്ത് വെളിയിൽ പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് കുറേ പേർക്ക് അവരുടെ വർക്ക് തീർക്കേണ്ടതുകൊണ്ടാണ് ഇവിടെ എത്താൻ കഴിയാഞ്ഞത് ഷോർട്ട് നോട്ടീസിൽ. അപ്പോൾ
ഇവിടെ ആടിൻ്റെ 2 ഫ്രാഞ്ചൈസിയിലും 2 പാർട്ടിലും ഉണ്ടായിരുന്ന കുറേ പേരുണ്ട്, കുറച്ച് പേര് പുതിയതായിട്ടുണ്ട്. എനിക്ക് സംസാരിക്കുന്നവർക്കെല്ലാം സംസാരിക്കാം, പക്ഷേ ഐ വാണ്ട് ഷിബു ടു ടോക്ക്. ഷിബുവിനെ ഷിബു പടി കുറച്ചപ്പോൾ എനിക്ക് ഷിബുവിനെ മനസ്സിലാവുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു വലിയ യാത്രയ്ക്ക് 2025 മെയ് 15 മുതൽ തുടങ്ങുകയാണ്. അത് വലിയ യാത്രയാണ്. ഞാൻ സിനിമയിൽ വന്നിട്ട് 32 വർഷമായി. അപ്പോൾ ആ 32 വർഷത്തിലെ ഏറ്റവും വലിയൊരു സിനിമയിൽ ഞാൻ വർക്ക് ചെയ്യുന്നു. ഈ സിനിമയ്ക്ക് വളരെയേറെ പ്രത്യേകതകളുണ്ട്. ഫസ്റ്റ് പാർട്ടിലുണ്ടായിരുന്ന കുറേയധികം ടെക്നീഷ്യൻസ് ഇതിലുമുണ്ട്. അതുപോലെ സെക്കൻഡ് പാർട്ടിലുണ്ടായിരുന്ന കുറച്ച് പേരുണ്ട്. തേർഡിലേക്ക് വരുമ്പോൾ പുതിയ, എനിക്ക് തോന്നുന്നു മിഥുൻ്റെ കൂടെയാണ് കുറച്ചധികം പുതിയ ആൾക്കാരുള്ളത്. ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പുതിയ ആൾക്കാരാണ് കൂടുതലുള്ളത്. ക്യാമറ ടീം പുതിയതാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും ഈ പുതിയ സിനിമയ്ക്ക് പുതിയ കാലഘട്ടത്തിനുള്ള മാറ്റം അനുസരിച്ച് പഴയ കാലഘട്ടത്തിൽ നിന്ന് കുറച്ച് പേരും ബാക്കി പുതിയ കാലഘട്ടത്തിൽ നിന്ന് കുറെ അധികം പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആട് 3 വരാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് സത്യം പറഞ്ഞാൽ ഇതുവരെയും ഇട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഓരോ ദിവസവും ബഡ്ജറ്റ് ഇടാനായിട്ട് ഞങ്ങൾ ഇരിക്കും. അപ്പോൾ ഓരോന്ന് കൂടി വരുന്നതുകൊണ്ട് ഇതുവരെ ഇട്ടിട്ടില്ല. നാളെ കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പം ഷാൻ റഹ്മാനെ ഞാൻ ഇന്ന് 2 ദിവസം മുമ്പ് വിളിച്ചു. അപ്പോൾ ഷാൻ പറഞ്ഞത് ഞാനെല്ലാം ചെയ്തു വെച്ച് കഴിഞ്ഞു എന്നാണ് ഷാൻ പറഞ്ഞത്. ഷാൻ പുറത്താണ്. അപ്പോൾ ഷാനെ ഈ പരിപാടിക്ക് വേണ്ടി വിളിച്ചപ്പോൾ പറഞ്ഞ പുറത്താണ്. അപ്പോൾ ഈ സിനിമ എനിക്ക് തോന്നുന്നു വരാൻ പോകുന്ന ക്രിസ്മസ് ആണ് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ആട് 2 ജനങ്ങൾ ഏറ്റെടുത്തതുപോലെ ആട് 3 100% ഈ സ്ക്രിപ്റ്റ് അനുസരിച്ച് ഏറ്റെടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ വിജയ് സാറിനും മിഥുനും നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും പ്രത്യേകം നന്ദിയാണ് പറയേണ്ടത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് നേരത്തെ പറഞ്ഞ പോലെ ഒരു 1ാമത്തെ പാർട്ട് ഞങ്ങളെല്ലാവരും കൂടി ഫസ്റ്റ് ഷോ പത്മ തിയേറ്ററിൽ കഴിഞ്ഞപ്പോൾ വളരെയധികം സങ്കടം തോന്നി. കാരണം ഇത്രയും ചെയ്തിട്ടും കളക്ഷൻ കുറവാണ്, പല പ്രതികരണം കുറവാണ്. അപ്പം അതിൽ നിന്ന് ഇന്നിവിടെ വരെ എത്തുമ്പോഴത്തേക്ക് ഇനിയൊരു നിർമ്മാണ കമ്പനി ആ വലിപ്പത്തിനോടൊപ്പം വലുതാകുകയും അത് 3ാമത്തെ പാർട്ട് എടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ് മലയാള സിനിമയിൽ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എനിക്ക് മുതിർന്ന ഡയലോഗാണ് എനിക്ക് പറയാൻ തോന്നണേ. പൂരം കൂടി കയറി മക്കളെ തുടങ്ങുന്നു അംഗം. ഇനി എല്ലാവരും കൂടി ഈ ആഘോഷമായിരിക്കും. താങ്ക്സ് ഇടാം. എല്ലാവർക്കും ഇത്ര നന്ദി. വിജയേട്ടനോടും ജയേട്ടനോടും എനിക്ക് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. എന്നെ ഇവിടെ നിർത്തിയേക്കണം ചേട്ടന, അതിന് കാരണമുണ്ട്. താങ്ക് യു ചേട്ടാ. എല്ലാവരോടും നമസ്കാരം. ഒരുപാട് സന്തോഷം. ആട് 1-ലില്ലായിരുന്നു, ആട് 2-ലേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഹിറ്റായി. ഒരുപാട് സന്തോഷം. ഒരുപാട് പേര് ബഡ്ജറ്റിന്റെ കാര്യം പറഞ്ഞു. അതുകൊണ്ട് ശമ്പളത്തിന്റെ കാര്യത്തിൽ ഒരു പേടിയില്ല. അപ്പം അത് ഇടൂലെന്നാണ് പറഞ്ഞത്. സാരമില്ല. എന്നാലും ഇത്രയും വലിയൊരു സിനിമയിൽ ഭാഗമാകാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. നമ്മുടെ രഞ്ജേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഷാജി ബാബുന്റെ സ്വന്തം ചേട്ടൻ വരും. ഞങ്ങളെല്ലാം പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ചേട്ടന് സ്ക്രിപ്റ്റ് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് സ്ക്രിപ്റ്റിനെ കുറിച്ച് ഒന്നും പറയരുതെന്ന്. അല്ല, സ്ക്രിപ്റ്റിനെ കുറിച്ച് അറിയാമോ ആർക്കെങ്കിലും? ഇവനറിയാമല്ല. അല്ല, എല്ലാവരും പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് അതൊക്കെ തന്നെ ഞാനും പറയുന്നു. ആട് 3 ഗംഭീരമാവട്ടെ. ഇതൊരാഘോഷത്തിൻ്റെ അന്തരീക്ഷമല്ല രാജ്യത്തുള്ളത്. എങ്കിലും നമ്മൾ ഈ ചെറിയ പരിപാടിയിൽ വലിയ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. എല്ലാ ആശംസകളും. താങ്ക് യു. ആൻസൺ വന്നിട്ടുണ്ട്. ആൻസൺ വാ. നമസ്കാരം. എല്ലാവർക്കും അടിപൊളിയാവട്ടെ. ആട് 3 ഒരു ഭാഗമാകാൻ പറ്റിയില്ല. ഒരുപാട് സന്തോഷം. ആട് 2 ഉണ്ടാകുമെന്ന് വിജയേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു.
അപ്പം അതുപോലെ തന്നെ എന്നെ വിളിച്ചു. താങ്ക് യു. ഒരുപാട് സന്തോഷം. ഗംഭീര ഹിറ്റാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. നെൽസ വാ, 2 മിനിറ്റ് കൊണ്ട്. എല്ലാവർക്കും നമസ്കാരം. ആട് 1, 2, 3 എല്ലാം ആയി. അപ്പോൾ എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ടാണ്, എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെയാണ് ഇവിടെ വരെ എത്തിയത്. ഇതിലൊക്കെ ഭാഗമാകാൻ ഈ എന്നെക്കാൾ എത്രയോ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ ഭാഗ്യമാണ്. അപ്പോൾ ഞാൻ എന്ത് പറയണം എന്ന് ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ വളരെ ദൈവത്തിൻ്റെ അനുഗ്രഹവും ഭാഗ്യമൊക്കെ എന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് സാറിന് പിന്നെ മിഥുന് ഒക്കെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ എല്ലാം ഈ ഞാൻ പറഞ്ഞ പോലെ ഈ കഥാപാത്രങ്ങളുടെ പേരെല്ലാവരും വിളിക്കും, എവിടെത്തില്ല. പിന്നെ ഡ്രാഗൺ പൈലി എന്ന് വിളിക്കും. എന്നെ വിളിക്കുന്നത് പോട്ടെ, എൻ്റെ മോടെ സ്കൂളിലെ കുറ്റപ്പേര് ഡ്രാഗൺ പൈലി എന്നാണ്. അവിടെ അങ്ങനെ എല്ലാവരും വിളിക്കുന്നത്. അപ്പം എന്തായാലും ഇവിടെ വരെ എത്തിയതിൽ എല്ലാവരുടെയും സഹകരണത്തിൽ എല്ലാവരും നന്ദി, നമസ്കാരം. ഹരി, എന്നെ വിളിക്കില്ലെന്ന് വെച്ച് ഞാൻ ഒളിച്ചേക്കുമായിരുന്നു. എന്തായാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരോടും നമസ്കാരമുണ്ട്. ഞാൻ മിഥുനെ വിളിച്ച് 1 വർഷം മുമ്പ് റിക്വസ്റ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്കിതിൽ പങ്കെടുക്കാൻ പറ്റിയത്. പുള്ളി എന്നെ വെറുത്ത് കാണും, എന്നാലും കുഴപ്പമില്ല, എനിക്ക് അഭിനയിച്ചേ പറ്റുമെന്ന് പറഞ്ഞു പുള്ളിയെടുത്തേ. എന്നെ ഇതിൽ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞതിന് ശേഷമാണ് 1 വർഷത്തിന് ശേഷം പുള്ളി പറഞ്ഞ്, എടാ നിന്നെക്കൊണ്ട് വലിയ തലവേദനയാകണേണ്, അങ്ങനെ പറഞ്ഞ് എന്നെ അതിലേക്ക് ആഡ് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. ആട് 3 മിനിമം ഒരു 100 കോടി ക്ലബിലേക്ക് വരുന്ന ഒരു സിനിമയായി മാറട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. താങ്ക് യു സോ മച്ച്. നമ്മുടെ സ്വിച്ച് ഓൺ ഫസ്റ്റ് ക്ലാപ്പ് പരിപാടികളിലേക്ക് കടക്കുകയാണ്. അതോടുകൂടി നമ്മുടെ ആട് സംബന്ധിച്ച പരിപാടികൾ അവസാനിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട 2 ആളുകളെ വേദിയിലേക്ക് വിളിക്കുകയാണ്. ആദ്യമായിട്ട് പടക്കളത്തിൻ്റെ വിജയത്തിൽ നിൽക്കുന്ന മിസ്റ്റർ ഷറഫുദ്ദീൻ വരൂ, കയറി വരൂ. ഐശ്വര്യമായിട്ട് സ്വിച്ച് ഓൺ ചെയ്യേണ്ടത് മിസ്റ്റർ ഷറഫാണ്. ഒരു 2 വാക്ക്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മറ്റേ കാര്യം പറയട്ടെ. ഞാൻ പറയും. ഒന്നുമില്ല, ശരിക്കും ആട് എന്നെ സിനിമയിലേക്ക് അങ്ങനെ വിളിക്കാൻ അങ്ങനെ ഒരുപാട് ആരുമില്ലായിരുന്ന സമയത്തൊക്കെയാണ് ആട് സിനിമ നടക്കുന്നത്. അപ്പോൾ ആട് സിനിമയിൽ ഞാനും ഉണ്ടാവേണ്ടതായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ആ സമയത്താണ് പ്രേമം നടക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവസരം ചോദിച്ച് നടന്ന ഞാൻ ഡേറ്റ് ക്ലാഷിൽ പെട്ടുപോയതാണ് പ്രേമവും ആടും. അങ്ങനെ ഒരു സത്യമുണ്ട് ഇതിൻ്റെ പുറകിൽ. അപ്പോൾ അതെ, ഞാൻ സ്വിച്ച് ഓൺ അല്ല, ഞാൻ തള്ളി കയറുന്നുണ്ട്. എവിടെയെങ്കിലും ഞാൻ കയറി പറ്റും. ഓക്കെ, താങ്ക് യു. ഇനി ഫസ്റ്റ് ക്ലാസ് പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരാളും മലയാള സിനിമയിലേക്ക് കടന്നു വരുന്ന പുതിയ സംവിധായകനുമായ ശ്രീ ഉണ്ണി മുകുന്ദനെ വേദിയിൽ ക്ഷണിക്കുകയാണ്. ആക്ടർ സൂപ്പർ സ്റ്റാർ പരിപാടികളൊക്കെ വിട്ടുകൊണ്ട് ഡയറക്ടർ ഉണ്ണി മുകുന്ദനെ ക്ഷണിക്കുകയാണ് 2 വാക്ക് സംസാരിക്കാൻ. എല്ലാവർക്കും നമസ്കാരം. സ്വാമിയർ എൻ്റെ എന്താ പറയുക, എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സാണ്. ചേട്ടൻ്റെ ഏറ്റവും വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫിലിംസാണ്. ഞാൻ ഇതിൻ്റെ മിഥുനുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് ഞങ്ങൾ പാലക്കാട് എത്തി. മിഥുൻ എന്ന് പറയുന്നത് എൻ്റെ സെറ്റ്, ഇറ്റ്സ് എ ഹ്യൂജ് സെറ്റ് അവിടെ നടക്കുന്നത്. വിജയൻ്റെ ഫ്രണ്ടാണ്. എല്ലാവരും, ഓൾ ദ കാസ്റ്റ് ആൻഡ് ക്രൂ. ഒരു ഫ്രാഞ്ചൈസി ആയിട്ടൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് തിങ്. ഇതിൻ്റെ ടെക്നിക്കാലിറ്റീസും അതിൻ്റെ ലോജിസ്റ്റിക്സൊക്കെ മനസ്സിലാവുന്നവർക്ക് അറിയാം, ഇറ്റ്സ് ഹ്യൂജ്. അതും നിങ്ങളെല്ലാവരും പറഞ്ഞുകൂടെ കേട്ടു. ഒരു പരാജയത്തിൽ നിന്ന് ഇത്രയും വലിയൊരു ബ്രാൻഡായി മാറുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. ഈ ടീമിന് എല്ലാവിധ ഭാവങ്ങൾ. ഐ റിയലി ഫീൽ ദാറ്റ് ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഇനിയും നല്ല സിനിമകൾ വരട്ടെ. എൻ്റെ കരിയറിൽ ആട് വളരെ ഇൻഡയറക്റ്റായിട്ട് ഒരു ഇൻഫ്ലുവൻസ് നടത്തിയൊരു ഘട്ടം കൂടിയുണ്ട്. ലൈക്ക് മാർക്കോ എന്ന സിനിമ ചെയ്യണമെന്ന് ഞാൻ ചിന്തിച്ച് തുടങ്ങിയത് ആടിൻ്റെ ഫെയിലിയറിൽ നിന്ന് ആട് 2 വിജയത്തിലേക്ക് വന്നപ്പോൾ ഞാൻ കുറേ പേരോട് പറഞ്ഞു നമുക്കൊരു മാർക്കോ ചെയ്താലോ എന്ന്. അപ്പോൾ അത് ആർക്കും അങ്ങനെ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ആൻഡ്രോ ചേട്ടനോട് ചോദിച്ചു ഞാനത് ചെയ്തോട്ടെ എന്ന് പറഞ്ഞപ്പോൾ, ആൻഡ് ഐ ഹാവ് ടു താങ്ക് ഹിം ബിക്കോസ് എന്നോടുള്ളൊരു ഇഷ്ടം കൊണ്ട് ശരി നീ പോയി അങ്ങ് ചെയ്തോ എന്ന് പറഞ്ഞു. എൻ്റെ ഒരു
നയാ പൈസ പോലും പുള്ളി മേടിച്ചില്ല. ആ ഒരു NOC എനിക്ക് തന്നു. ആൻഡ് ദാറ്റ് ഗേവ് മി ദ ഫ്രീഡം ടു ഗോ ഹെഡ്. ഞാൻ എന്താ പറഞ്ഞു വെച്ചാൽ ഇങ്ങനെ ഇതൊക്കെ ഒരു കൺവിക്ഷൻ്റെ ഭാഗമായിട്ട് ഒരു ടീം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഭയങ്കരമായിട്ടൊരു ഇൻസ്പിറേഷനാവും. ആൻഡ് ഐ എം പാർട്ട് ഓഫ് ദാറ്റ്. സോ ആട് 3 വിജയിക്കണം എന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ബിക്കോസ് ഇനിയും നല്ല സിനിമകൾ വരട്ടെ, ഇനിയും ഇൻസ്പിറേഷൻസ് ഉണ്ടാവട്ടെ. ആൻഡ് ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. എസ്പെഷ്യലി ചേട്ടൻ്റെ ഈ സിനിമ മാത്രമല്ല, എനിക്ക് കത്തനാറും കൂടി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബിക്കോസ് ദാറ്റ് ഈസ് സംതിങ് വെരി ഡിഫറെൻറ്റ്. എന്തായാലും ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ സാധിച്ചതിൽ. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. നമ്മുടെ രാജ്യം അത്രയും ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലല്ല. ബട്ട് ഐ റിയലി ഹോപ്പ് ദാറ്റ് വി പ്രേ ഫോർ ദി കൺട്രി ആസ് വെൽ. ബട്ട് ഇതൊരു നല്ലൊരു ദിവസം, നല്ലൊരു തുടക്കം. ആൻഡ് ഐ എം ഹാപ്പി ദാറ്റ് എനിക്ക് ഇവിടെ വരാൻ സാധിച്ചത്. ഓൾ ദ വെരി ബെസ്റ്റ്.